ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ. നമ്മളിന്ന് എയർ ഫ്രയറിൽ ചക്ക വറുത്തത് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ പച്ച ചക്ക അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എയർ ഫ്രയറിൽ നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുക്കുന്നു. പക്ഷേ ഈ എയർ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ 200 ഡിഗ്രിയിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത്, അറൗണ്ട് 20 മിനിറ്റ്സ്. പക്ഷെ കുറച്ച് കരിഞ്ഞു പോയി. കരിഞ്ഞുപോയെങ്കിലും അത്യാവശ്യം നല്ല ക്രിസ്പി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. കുറേ ഞാൻ അവിടെ ഇരുന്ന് തന്നെ ഒറ്റയിരിപ്പിന് കഴിച്ച് തീർത്തു. ബാക്കി വന്നത് കുറച്ചിങ്ങനെ ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, ആ സമയത്ത് തോന്നിയൊരു ഐഡിയ ആണ്. കുറച്ച് പഴുത്ത ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ എയർ ഫ്രൈ ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇരുന്ന് കുറച്ച് കട്ട് ചെയ്ത് കുറച്ച് കഴിച്ച് ഇങ്ങനെ അരിഞ്ഞെടുത്തു. മറ്റേത് എനിക്ക് എൻ്റെ ഗ്രാൻഡ് മയാണ് അരിഞ്ഞു തന്നത്, അതുകൊണ്ട് നല്ല ഈവനായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒരു പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെയോ കട്ട് ചെയ്ത് കൂട്ടി. ആൻഡ് അത് എയർ ഫ്രൈ ചെയ്തു. എയർ ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. നല്ലായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം ആ സ്വീറ്റ് ഇതുള്ളതുകൊണ്ട്. പക്ഷെ ക്രിസ്പി ആവുന്നുണ്ടായിരുന്നില്ല, ബിക്കോസ് ഒബ്വിയസ്ലി പഴുത്ത ചക്കയാണല്ലോ. പക്ഷെ നല്ല ഇങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ ഒരു സ്വീറ്റ് ടേസ്റ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഓട്സിൻ്റെ ഉപ്മാവാണ്. അതിനകത്ത് കുറച്ച് ക്യാരറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉമ്മച്ചിയാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് എനിക്കതിൻ്റെ എക്സാക്റ്റ് റെസിപ്പി അറിയത്തില്ല. എനിവേ ഒരു ദിവസം നമുക്കത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഗ്രിൽഡ് ചിക്കൻ, അത് ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ചിക്കനാണ്. പിന്നെ കുറച്ച് എയർ ഫ്രയറിൽ ക്യാരറ്റ്സും കൂടിയും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ്, ഒബ്വിയസ്ലി ഗ്രിൽഡ് ചിക്കൻ ആണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്മാവ് ഈസ് ഓൾസോ ഗുഡ്. റോൾഡ് ഓട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല ഒരു ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. ഉച്ചയ്ക്ക് ആക്ച്വലി ചോറ്, അതിൻ്റെ കൂടെ മീൻകറി, എയർ ഫ്രൈഡ് ഫിഷ്, അതൊക്കെയാണ് ഇത് കഴിച്ചത്. കേർഡ് ഉണ്ടായിരുന്നു. കേർഡ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയ കേർഡാണ്. കാരണം പുറത്തുനിന്ന് നല്ല ഈ സാലഡ് ഡ്രസ്സിങ്ങിനെല്ലാം നല്ലപോലെ ഉപയോഗിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുന്നത് നിർത്തിയിട്ട് ഇവിടെ തന്നെ പാല് വാങ്ങി സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ടി തൈര് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതും എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് വേറെ വീഡിയോയിൽ ചെയ്യാം. പിന്നെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് അടുത്ത വീട്ടിലുണ്ടായ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കഴിച്ചു. അതിൻ്റെ ഹാഫ് കഴിച്ചു. ഭയങ്കര സ്വീറ്റാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെയല്ല, ഒരു ഫ്രഷ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഡിന്നറിന് രാവിലത്തെ ഉപ്മാവ്, ഉച്ചക്കാലത്തെ ഫിഷ്, എയർ ഫ്രൈഡ് ഫിഷ്, അതുപോലെ ഞാൻ ഒരു ഫ്രൈഡ് എഗ്ഗ് ഉണ്ടാക്കി. ഇത് മൂന്നുമാണ് ഞാൻ ഡിന്നറിന് കഴിച്ചത്. ഫസ്റ്റ് എവർ യൂട്യൂബ് വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ കുറേ പോരായ്മകളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത വീഡിയോസിലെല്ലാം അതെല്ലാം സെറ്റ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.